ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. പോകാനേ തോന്നുന്നില്ല, വിഷമത്തോടെ പോവുകയാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലം, ബ്യൂട്ടിഫുൾ. സോലാപ്പൂരിലേക്ക് പോണ വഴിയാണ്, മാംഗ്ലൂർ സോലാപ്പൂർ റൂട്ടാണ്. NH 169 നമ്മൾ കയറാൻ പോകണം. ഈ ഗേറ്റ് കടന്നാൽ പിന്നെ അത് തന്നെയാണ്. അപ്പോൾ NH കയറാണ്, ജസ്റ്റ് മേളിൽ കയറി കഴിഞ്ഞാൽ NH ആണ്. കൊപ്പയിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഹരിഹരപുര എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ കണ്ടു. ഓക്കെ, ഈ ടെമ്പിളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ശ്രീ ആദി ശങ്കരാചാര്യ ശാരദ ലക്ഷ്മി നരസിംഹ ടെമ്പിൾ, പേട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഉള്ളിലേക്ക് വന്നാൽ വേറൊരു റോഡുണ്ട് അകത്തേക്ക് കയറാൻ. ഇവിടെ കുറേ ഗസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ താമസിക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. AC റൂംസൊക്കെ ഉണ്ട് ധാരാളമായിട്ട്. പിന്നെ ഇവിടെ വലിയൊരു നല്ല ഗോപുരമാണ്, കയറുമ്പോൾ തന്നെ കാണാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ വിഗ്രഹം. കാവേരി നദി ഇവിടെ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞേ. അതിൻ്റെ ഫ്രണ്ടിൽ ലക്ഷ്മി നരസിംഹനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രം അങ്ങോട്ടാണ്. ഇത് ഇതിൻ്റെ ഒരു വലിയ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ദിവ്യക്ഷേത്ര ഹരിഹരപുര എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. ഇത് കൊപ്പയുടെ വളരെ അടുത്താണ്, കൊപ്പ ടു ശൃംഗേരി റൂട്ടിലാണിത്. ഇത് ശങ്കരാചാര്യരുടെ മഠം ആണിതിൻ്റെ മാനേജ്മെൻറ്റ്. ഇഷ്ട സിദ്ധി ഭക്തജന്യ സ്വാമി സന്നിധി. വലിയൊരു ഹനുമാരുടെ ഒരു സ്കൾപ്ചറുണ്ട്. ലക്ഷ്മി നരസിംഹസ്വാമിയാണ് അകത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ. അവിടേക്ക് ഫേസ് ചെയ്തിട്ടാണ് ആഞ്ജനേയ സ്വാമി നിൽക്കുന്നത്. നമുക്കിവിടെ പാദപൂജ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ശൃംഗേരി പോയാലും ശ്രീ ശങ്കരാചാര്യരുടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഒരു ശ്രീ ശങ്കരാചാര്യരുടെ ഒരു പ്രസൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതുമെല്ലാം ആ മഠവുമായി ബന്ധപ്പെട്ട ടെമ്പിളാണ്. ഇതൊക്കെ ലക്കാണ് എന്ന് പറയില്ല എപ്പോഴും, ആമ. അപ്പോൾ ആമയുടെ മുകളിലായിട്ടാണ് ആൻസർ. ആഞ്ജനേയ സ്വാമിയുടെ ഫ്രണ്ടിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓഫറിങ് പ്രേയേഴ്സ് എങ്ങനെയാ അറിയോ, നമ്മുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന ഫുൾഫിൽമെൻറ്റ് ഓഫ് അവർ വിഷസ്. ഈ ആഞ്ജനേയ സ്വാമിയുടെ അടുത്ത് ചെന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നാണ് പറയുന്നത്. ഭക്തരോട് വളരെ ഇതായിട്ട് ലിബറലായിട്ട് എന്ത് ഇഷ്ടസിദ്ധി തരുന്ന പോലെയാണ്. ഇപ്പോൾ വിനായക സ്വാമിയുടെ അടുത്ത് പോകുന്ന പോലെ തന്നെയാണ് ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലും എല്ലാം നടക്കും എന്ന് പറയില്ലേ, ഈ ആഞ്ജനേയ സ്വാമി അതാണ്. 16 പ്രാവശ്യമാണ് വലം വയ്ക്കേണ്ടത്, 16 പ്രാവശ്യം. ഓരോ റൗണ്ട് പോയിട്ട് പാദ നമസ്കാരം ചെയ്യാം. അത് എന്നിട്ടാണ് പിന്നെ പ്രാർത്ഥിച്ച് പോകണം. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പറയേണ്ടത്: ഇഷ്ടസിദ്ധി ഭക്താഞ്ജനേയ സ്വാമി എന്ന് പറഞ്ഞാണ് ഈ 16 പ്രാവശ്യം. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം 16 പ്രാവശ്യം. എന്നിട്ട് കാൽപാദത്തിൽ തേങ്ങയാണ് സമർപ്പിക്കേണ്ടത്, ബ്രേക്ക് ചെയ്യരുതെന്ന് പറയുന്നത്, നോട്ട് ടു ബ്രേക്ക് ദ കോക്കനട്ട്. എന്നിട്ട് ദർശൻ ഓഫ് ദി നിജപാദ, ട്രൂ ഫീറ്റ് ഓഫ് സ്വാമി, വൈൽ പ്രേയിങ് വിത്ത് പ്യുവർ ഡിവോഷൻ. By doing this, true desires of the devotees will surely be fulfilled എന്നാണ് പറയുന്നത്. ശ്രീ ലക്ഷ്മി നരസിംഹ സ്വാമി ടെമ്പിളിലേക്കുള്ള വഴിയാണ് നമ്മളിങ്ങനെ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഹനുമാൻ സ്വാമി അങ്ങോട്ട് ഫേസ് ചെയ്ത് പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ നടന്നു പോകും. ഇതൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമാകുമ്പോൾ ക്യൂ സിസ്റ്റം പാലിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വെച്ച് അപ്പുറത്ത് അങ്ങോട്ട് ഔട്ട്, ഇത് ഇൻ. നമുക്കവിടെ പോയി പ്രാർത്ഥിച്ച് ദർശനം എടുത്തിട്ട് വരാം. ടെമ്പിൾ ടൈമിംഗ് ഉണ്ട്, 6 മണി, രാവിലെ 6 മണി തൊട്ട് 8:30 മണി വരെ, രാത്രി 8:30 വരെ ഉണ്ട്. 1:30 to 5:30 ഒള്ളി ദർശനം. പിന്നെ ഇവിടെ പ്രസാദ മന്ദിര എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് അന്നദാനം, വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. ഇവിടെ സ്പെഷ്യൽ സേവയൊക്കെ ഉണ്ട്, സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ട്. ഇത് കൗണ്ടേഴ്സാണ് നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ തിരക്കില്ലാത്ത സമയം, ഭാഗ്യത്തിന് നമ്മൾ ആ സമയത്ത് എത്തിയത്. ഇപ്പോഴും നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കി പശുവും അതിൻ്റെ കുഞ്ഞും ഓൺ ദ വേ കാണാം. എന്തോ യാഗമൊക്കെ നടക്കുന്ന ഏരിയയാണ്, കണ്ടല്ലോ, ഒരു എൻക്ലോഷറായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് സമയമായിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ട് സ്വാമിമാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. പവിഴമല്ലിയെ നോക്ക്, പവിഴമല്ലിപ്പൂ, ഹായ്, നൈസ്. അപ്പം അങ്ങോട്ട് പോയാൽ ഗോപുരം, അകത്ത്
പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി നരസിംഹസ്വാമിയുടെ. അപ്പോൾ ഇനി ഇവിടെ തുങ്കാ റിവറുണ്ട്, അവിടെ പോയി കാല് നനച്ചിട്ട് വരാം. മഠാധിപതിയുടെ പിക്ചേഴ്സാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇവിടെ വലിയ യാഗം നടക്കുക കേട്ടോ, നിറയെ സ്വാമിമാരൊക്കെ ഉണ്ട്, എല്ലാ തയ്യാറെടുപ്പുകൾ നടക്കും. ഇത് തുലാഭാര സേവ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് ലക്ഷ്മി നരസിംഹ സ്വാമിയോട് പ്രാർത്ഥിച്ച് തുലാഭാരം ചെയ്യുന്ന സ്ഥലമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും തുലാഭാരം വരുന്ന സ്ഥലം. ത്രാസൊക്കെ കണ്ടോ, അതിൻ്റെ ഏരിയയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലിൻ്റെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അകത്ത് പോയി ദർശനം. ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നദി ഒഴുകുന്നത്, തുങ്കാ നദി. കാവേരിയാണ്, കാവേരി നദി. ഇവിടെ കുറേ മണ്ഡപങ്ങളുണ്ട്. അഗസ്ത്യ മണ്ഡപം അവിടെ താഴെ, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് തുങ്കാ റിവർ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് പോകുമ്പോഴാണ് തുങ്കാ റിവർ. ആക്ച്വലി ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് തുറന്ന് തന്നിരുന്നെങ്കിൽ അത് വഴി ഇറങ്ങാം. പക്ഷേ ഇപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. എപ്പോഴും പൂട്ടുകയാണോന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും വളഞ്ഞ വഴി കുറേ നടന്ന് കാലിൽ ചെരുപ്പില്ല, കാരണം ചെരുപ്പ് അവിടെ നമ്മൾ ആ ഹനുമാൻ സ്വാമിയുടെ അവിടെ ഇട്ടിട്ട് ആണ് അകത്ത് കയറിയത്. അപ്പോൾ നല്ല കാല് വേദന എടുത്ത് അയ്യോ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി തന്നെയാണ് വരുന്നത്. ഇതെല്ലാം ഫെൻസ് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മസന്നിധി ഉണ്ട്, അവിടെ അഗസ്ത്യ മുനിയുടെ അവിടെ ആ മണ്ഡപം, അതിൻ്റെ ആ ഭാഗത്ത് ഇവിടെയൊക്കെ ഫെൻസിങ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഗേറ്റ് വഴി ഇങ്ങനെ അറിയാൻ മതി. ഓക്കെ, നമ്മളെന്തായാലും റിവറിൽ പോയി കാല് നനയ്ക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത്രയും പവിത്രമായ ഒരു നദി. ഇവിടെ പ്രത്യേകിച്ചുണ്ട്, ഇവിടെ തുണി അലക്കരുത്, ഈ ഭാഗത്ത് ഡിറ്റർജൻ്റ് ഒന്നും ഉപയോഗിക്കരുത്, പിന്നെ പ്ലാസ്റ്റിക് ഇടരുത്, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ തുണി അലക്കലും കുളിയും പരിപാടിയൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. മനോഹരിയായി നദി ഒഴുകുന്നു. ഓക്കെ, സോ ഫ്രഷ്, ക്ലീൻ വാട്ടർ. സാധാരണ ഇങ്ങനെ ഈ ക്ഷേത്ര പരിസരങ്ങളിലുള്ള നദീ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഫുള്ള്, തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ ആൾക്കാർ കുളി ജപം നന എല്ലാമായിട്ട് കുളമായിട്ട് ഇട്ടിരിക്കുമായിരിക്കും, സോപ്പ് പതയും ഒക്കെ ആയിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയല്ല, പടി ഇറങ്ങിപ്പോയി കാല് നനച്ചിട്ട്. അങ്ങനെ തുങ്കാ നദിയുടെ തീരത്താണ്. കാവേരി നദി കർണാടകയിലൂടെയൊക്കെ ഒഴുകുന്ന നദിയാണ്. അത് തുടങ്ങുന്നത് നമ്മൾ കൂർഗിൻ്റെ ആ ഭാഗത്തുനിന്ന്, അവിടെ നിന്നാണ് കാവേരിയുടെ ഉത്ഭവം നദിയുടെ. അതിങ്ങനെ പോകുന്ന വഴികളാണ് ഇതെല്ലാം. അത് പക്ഷേ ഇതുവഴിയല്ല പോകണമെന്നാണ് ഇവർ പറയുന്നത്. തലക്കാവേരിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു തോന്നൽ കർണാടകയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകും, പക്ഷേ ചില ഭാഗത്തൊന്നുമില്ല. ഇത് തുങ്കാ നദിയാണ്, തുംഗഭദ്ര. ഹോളി ഡിപ്പാണ് സത്യം പറഞ്ഞാൽ. യെസ്, നമ്മൾ പ്രകൃതിയെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നേച്ചറാണ് നമ്മളുടെ ദൈവം. അപ്പോൾ റിവേഴ്സ് ആണെങ്കിലും കാടാണെങ്കിലും, പണ്ട് നേച്ചർ വർഷിപ്പായിരുന്നല്ലോ, മനുഷ്യൻ തുടങ്ങുന്ന അങ്ങനെയാണ്. നാഗങ്ങളെ നമ്മൾ ആരാധിച്ചിരുന്നു, നേച്ചറിനെയാണ്, ഫോറസ്റ്റിനെ ആരാധിച്ചിരുന്നു, റിവർ, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. നദിയും ചെടികളും മരങ്ങളും പിന്നെ കാടും അല്ലേ, അങ്ങനെയല്ലേ പറയാറ്. മഴയെ ആരാധന. അത് അങ്ങനെയാണ് ഈ ഗോഡ്സ് കോൺസെപ്റ്റ് വരുന്നതിന്. അഗ്നിദേവൻ, പിന്നെ 5 എലിമെൻസിനെ നമ്മൾ ആരാധിച്ചിരുന്നു, അഗ്നി, വായു, അങ്ങനെ പറയില്ലേ. അപ്പോൾ ഇത് എല്ലാം, വരുണൻ, കടൽ ഒക്കെ ഇതാണല്ലോ പാർട്ട് ഓഫ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഈ ഭൂമിയുടെ എക്സിസ്റ്റൻസ് തന്നെ ഇതിനെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സൂര്യഭഗവാനെ നമ്മൾ സൂര്യനെ ഭഗവാനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ കാര്യമാണ് കേട്ടോ, ഹിന്ദുക്കൾ വിശ്വാസമാണ് അത്, വിശ്വാസികളുടെ. സോ നേച്ചർ വർഷിപ്പ്. അപ്പോൾ നമ്മളെപ്പോഴും നദികളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളൊന്ന്, അതൊരു അക്സെപ്റ്റൻസ്, നമ്മളതിങ്ങനെ എന്താ പറയുക, നമ്മളെ സഹായിക്കുന്നതിന് ഒരു നന്ദി പുരസ്കാരം ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, കണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ ഇച്ചിരി ഫ്ലോ കൂടുതലാണ്. ഇപ്പോൾ മഴക്കാലം, ഞാൻ പറഞ്ഞു ഇവിടെ ഇച്ചിരി ഓഫ് സീസൺ പോലെ ഇരിക്കുകയാണ്. മഴ തുടങ്ങിയെങ്കിലും മൺസൂൺ അത്ര ഒന്നും ശക്തമായിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ഇപ്രാവശ്യം വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നദി ഇപ്പോൾ ഈ ഒരു ലെവലായിരിക്കില്ല, ചിലപ്പോൾ ഇത്രയും പൊക്കത്തിൽ. അവിടെ ഇപ്പോൾ മൺതിട്ടയൊക്കെ കുറച്ചെല്ലാം കാണാമല്ലോ, അത്രയൊന്നും ഉണ്ടാവില്ല, ഇറ്റ് വിൽ ഓവർഫ്ലോ. പക്ഷെ ഇപ്പോൾ അതല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ലതാണ് ഈ സമയം. അങ്ങനെ തുങ്കാ നദിയിൽ വന്ന് കാലും നനച്ച് തീർത്ഥജലമായിട്ട് തലയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു.
അപ്പോൾ എന്തായാലും കാല് നനച്ചു, ഇനി അകത്തേക്ക് പോകാം. അവിടെ പോയി പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ അന്നദാനമുണ്ട്, ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ചു പോകാം. അതെന്താ അവിടെ ഒരു അനക്കം? മത്സ്യമാണോ? ഓ, മീനിങ്ങനെ അവിടെയൊക്കെ ചാടുന്നുള്ളൂ. ഞാൻ പേടിച്ചു പോയി. ഓക്കേ, അങ്ങനെ തൂങ്കാ നദിയിൽ നിന്നും ഞാൻ മേളിലേക്ക് വരികയാണേ. പടിക്കെട്ടുകൾ കയറി മേളിൽ ചെല്ലുമ്പോൾ ഒരു ആൽമരവും അതിൻ്റെ താഴെ നാഗരാജാവിൻ്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. ഭാഗത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹരിഹരപുരയിലെ ഈ ദിവ്യക്ഷേത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്കന്ദപുരാണയിൽ ഇതൊരു യജ്ഞഭൂമിയാണെന്നാണ് പറയുന്നത്. ഈ സ്ഥലം ഇവിടെ ദക്ഷബ്രഹ്മ മഹായാഗം നടത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹോളി പ്ലേസാണ്. ഇവിടെ ഭഗവാൻ ദക്ഷഹാര സോമേശ്വര താമസിക്കുന്നതാണ്, റിസൈഡ് ചെയ്യുന്ന പ്ലേസാണ്. അങ്ങനെ ഇതൊരു ഹോളി പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു തപോഭൂമി. ഈ തപോഭൂമിയിൽ ഗ്രേറ്റ് സേജ് ആയിട്ടുള്ള അഗസ്ത്യ മഹർഷി ഇവിടെ തപസ് അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ദർശനം കൊടുത്തു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. മാത്രമല്ല ഇതൊരു ദിവ്യക്ഷേത്രമാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം, ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ഇത് വളരെ യുണീക്കാണ്. കാരണം ഇവിടെ 2 ഗർഭഗൃഹാസ് ഉണ്ട്. വേറെ ഒരു ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലും 2 ഗർഭഗൃഹങ്ങളില്ല. ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റും. വളരെ യുണീക്കാണ് ഈ ഒരു സീക്രട്ട് ദിവ്യക്ഷേത്രം. ഈ ഒരു സ്ഥലം മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സീക്രട്ട് ജ്ഞാനഭൂമിയും കൂടിയാണ്. കാരണം ഭഗവത്പാദ ശ്രീ ആദി ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ യന്ത്രോദ്ധാരണ ഓഫ് ശ്രീചക്ര അത് നടത്തിയ സ്ഥലമാണ്. മാത്രമല്ല അദ്ദേഹം ഇവിടെ ഗോഡസ് ശ്രീ ശാരദ പരമേശ്വരിയെ ഇവിടെ കോൺസിക്രേറ്റ് ചെയ്ത സ്ഥലവും കൂടിയാണ്. ഇവിടെ നിന്നാണ് ശ്രീ ആദി ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ മന്ത്രദീക്ഷ തുടങ്ങിയ സ്ഥലവും കൂടിയാണ്. ആദ്യത്തെ ശ്രീകൃഷ്ണ യോഗീന്ദ്ര എന്ന് പറയുന്ന സ്വാമിയെ ആദ്യത്തെ ഗുരുപരമ്പരയുടെ തുടക്കം, ദ ഫസ്റ്റ് പീഠാധിപതിയായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്. ഈ ഒരു ധർമ്മപീഠത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പീഠാധിപതി ഓഫ് ദിസ് ധർമ്മപീഠം. അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ശ്രീകൃഷ്ണ യോഗേന്ദ്ര അദ്ദേഹത്തിനെയാണ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്തത്. മന്ത്രദീക്ഷ കൊടുത്ത സ്ഥലവും കൂടിയാണിത്, ശ്രീ ആദി ശങ്കരാചാര്യ. അതുകൊണ്ട് അവിടെ നിന്നാണ് ഗുരുപരമ്പര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രീതിയിൽ നോക്കിയാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രവും പരിസരവും ഹരിഹരപുത്ര എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഭൂമിയിലാണ് നിൽക്കുന്നത്. ഗുരുപരമ്പരയുടെ ഇത്രയും വലിയൊരു ചരിത്രമുള്ളതുകൊണ്ട് 1000 വർഷങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ചരിത്രമൊക്കെ അറിയുമ്പോൾ ഇതൊരു ധർമ്മപീഠം ഓഫ് ദിവ്യക്ഷേത്ര ഹരിഹരപുര എന്നുള്ള രീതിയിൽ വളരെയധികം ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ നമുക്കിത് കാണാനും വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അകത്തൊരു ഹോളി പ്ലേസ് തന്നെയാണ്. അകത്ത് ഭയങ്കര ആ ലക്ഷ്മി നരസിംഹസ്വാമി ഒരു ഭയങ്കര ഉഗ്രപ്രതാപിയായിട്ട് ഒരു ഭയങ്കര പവർഫുൾ, നമുക്കത് ഫീൽ ചെയ്യാം. അവിടെ ഒരു സൈലൻസാണ് ജനറലി പറയുന്നത്, പക്ഷേ അവിടെ ഒരു ഓം മന്ത്രധ്വനിയും പിന്നെ കുറച്ച് അവർ ക്ലാസിക്കൽ കുറച്ചൊരു മ്യൂസിക് ഇടുന്നുണ്ടായിരുന്നു. അവിടെ ലൈവായിട്ട് നാദസ്വരത്തിൻ്റെയൊക്കെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ഭയങ്കര പവർഫുൾ. ശ്രീ ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ഒരു വിഗ്രഹവും ഒരു മണ്ഡപത്തിനകത്തുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ട് പ്രാർത്ഥിച്ച്, പിന്നെ എല്ലാ ദശാവതാരങ്ങളുടെയും സ്കൾപ്ചേഴ്സ് അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ക്ഷേത്ര ഗോപുരങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് സ്കൾപ്ചർ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഗോപുരം ചെയ്തിരിക്കുന്നത്. വ്യാളിയും ഒക്കെ ആയിട്ട്, വ്യാളി, ആന, വലിയ സിംഹം കണ്ടല്ലോ 2 സൈഡിലും. ഇത് ഈ ലക്ഷ്മി നരസിംഹസ്വാമി എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ ഗോഡാണ്, വെരി പവർഫുൾ. ഇവിടെ അഗസ്ത്യമുനിയുടെ ഒരു മണ്ഡപമുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നേരെ, അതായത് ഭഗവാനെ ഫേസ് ചെയ്തിട്ടാണ് അഗസ്ത്യമുനി ഇരിക്കുന്നത്. ആ രീതിയിലാണ്. കാരണം അഗസ്ത്യമുനിക്ക് ഇവിടെ വെച്ചിട്ട് ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി നേരിട്ട് ദർശനം കൊടുത്തു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അഗസ്ത്യമുനി കാണുന്ന പോലെയാണ്. ഇവിടെ നിന്ന് നേരെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ വിഗ്രഹം അവിടെ, ഇവിടെ നേരെ താഴെ അഗസ്ത്യമുനിയുടെ മണ്ഡപം. ദിസ് ഈസ് അഗസ്ത്യമുനീസ് മണ്ഡപം. അഗസ്ത്യമുനി ഈസ് ഫേസിങ് സ്ട്രെയിറ്റ് ഭഗവാനെയാണ്. അപ്പോൾ അഗസ്ത്യമുനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമിയെ ദർശിക്കാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ. ഈ ഗേറ്റ് ഇപ്പോൾ അടച്ചിരിക്കുവാണ്, അല്ലെങ്കിൽ തുറന്നു കിടന്നാൽ നേരെ നദിയാണ് ഒഴുകുന്നത്. ഇവിടെ തുങ്കാ നദി എന്ന് പറയും. ഇവിടെ
ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച സെറ്റ് എല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഇനി ഇവിടുത്തെ അന്നദാനപ്പുരയിലേക്ക് പോകാം. തീർന്നോന്നും അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. ശ്രീ ശാരദ ലക്ഷ്മി നരസിംഹ പ്രസാദ മന്ദിരം, അവിടെയാണ് പോകേണ്ടത്. വലിയൊരു ഹോളാണ്, എല്ലാം വലുതാണ്. ഇവിടെ എത്രയോ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് കേട്ടോ ഇത്. നിത്യ അന്നപ്രസാദ സേവ. അപ്പോൾ എന്തായാലും അന്നദാനം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ വെച്ച് തീർന്നു. കഴിക്കാം, തീർന്നു. ഓ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ, എന്ത് ഹോള് നോക്കിയേ, റനായിട്ടൊക്കെ പോയി. ദിസ് മോര അവലക്കി സ്വീറ്റ് ഓക്കെ, സ്വീറ്റ് അവലക്കി മോര. ഇത് പൊങ്കൽ അവലക്കി പൊങ്കൽ, ഇതാണ് കോമ്പിനേഷൻ. അച്ഛാ, ഓ ആലോചിച്ച് നോക്കൂ, ഇതിന് കുറച്ചൊരു മധുരമുണ്ട്. അവലക്കി അറിയില്ലേ, അവല്, പിന്നെ അതിനകത്തേക്ക് മോര് ഒഴിച്ച് ഇച്ചിരി പുളി, ഇതിൽ പൊങ്കൽ ഇച്ചിരി എരിവൊക്കെ ഉണ്ടാവും. അച്ഛാ, അത് കോമ്പിനേഷൻ. സ്വീറ്റ് സാർ ആൻഡ് കുറച്ചൊരു സ്പൈസ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തറയിലിരുന്ന് വേണമെങ്കിലും കഴിക്കാം. ഇവിടെ കഴിക്കാനായിട്ടാണ് ഇത്രയും സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ റഷ് ടൈം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. ഇത് ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമാണ്, എല്ലാ ഡിവോട്ടീസിനും കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൊങ്കലും മധുരമുള്ള അവലും മോരും കൂടി കഴിക്കുന്നു. അവരൊക്കെ ഇത് സ്വീറ്റ് പോഹ, പൊങ്കൽ, മോര്, അച്ചാർ. അന്നദാനം എന്ന് പറഞ്ഞൊരു മഹത്താനമാണ്. അത് നമ്മൾ ആൾക്കാർക്ക് വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്ന പുണ്യം വേറെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആര് വന്നാലും ഭക്ഷണമുണ്ട്, പല സമയം പല ടൈമിങ്ങിന്. ഉച്ചയ്ക്ക് വേറെ ഭക്ഷണമായിരിക്കും, ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. ഇത് പ്രസാദ ഭോജന എന്നാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ അന്നപ്രസാദമാണ്, പ്രസാദം പോലെ ഭഗവാന്റെ അവിടെ നിന്ന് കഴിക്കുന്ന ഫ്രീ ഫുഡ് കഴിക്കുന്നതാണ്. അതൊരു പ്രസാദമായിട്ട് വിചാരിക്കാം. ഒരു കോഫിയും കൂടി പോരാൻ നേരം വേണമെങ്കിൽ കുടിക്കാൻ എടുത്തുകൊണ്ട് പോകാം. ഇത് ത്രൂ ഔട്ട് കാണും. നമുക്കിപ്പോൾ ഇവിടെ വോളണ്ടറി സർവീസസ് ഒക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പേരും നമ്പറും ഫോൺ നമ്പറൊക്കെ കൊടുത്താൽ അവർ രജിസ്റ്റർ ചെയ്ത് വയ്ക്കും, ആവശ്യത്തിന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ആഞ്ജനേയ സ്വാമിയുടെ അവിടെ ഒരു വലത് ചുറ്റി, അതിന് കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എത്ര പ്രാവശ്യം ചുറ്റണം എന്നുള്ളതിനെക്കുറിച്ചല്ല. ഇവിടെ നിന്ന് നോക്കിയേ, ആഞ്ജനേയ സ്വാമി ഭഗവാനെ തൊഴുതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ കാൽപാദങ്ങളിലാണ് നമ്മൾ പൂജിക്കുന്നത്. പിന്നെ വലം വയ്ക്കണം ചുറ്റോട് ചുറ്റും, അതിനൊരു രീതിയുണ്ട്, ക്രമം പറഞ്ഞുതരാം. അങ്ങനെ ആഞ്ജനേയ സ്വാമിയോടും യാത്ര പറഞ്ഞു. ഒരു ഹോളി പ്ലേസ്, നല്ല നമുക്ക് വിശ്വാസികൾക്ക് ഇവിടെ വന്നാൽ നല്ലൊരു ഫീലാണ്, ഒരു പോസിറ്റീവ് എനർജിയും നല്ലൊരു സന്തോഷത്തോടു കൂടി പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സ്റ്റാർട്ടിങ് ഇറ്റ്സ് എ നൈസ് ഡേ. ഒരു നല്ല ഹോളി പ്ലേസിൽ വരാൻ പറ്റി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാം പോസിറ്റീവ് വൈബ്സാണ്. ഓക്കെ, അന്നി ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് പോകാം. ദിവ്യക്ഷേത്രമാണ് ഹരിഹരപുരയിലെ. ഓക്കെ, ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിൾ. നമ്മൾ കാറ് പാർക്കിങ്ങിലാണ് ഇട്ടത് താഴെ. ഞാൻ കാറ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതുവഴി നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഗോപുരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇതുവഴിയാണെങ്കിൽ നടന്ന് കയറാൻ പറ്റുന്ന എൻട്രൻസ്. കാറിൽ വരുവാണെങ്കിൽ ചുറ്റി പോകണം. ഓക്കെ, അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് കയറാം. ശ്രീ ആദിശങ്കരാചാര്യ ശാരദ ലക്ഷ്മി നരസിംഹ പീഠ്, ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റാണിത്, കർണാടകയുടെ. അപ്പോൾ നമ്മൾ ഉടുപ്പി ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞു, ദിസ് ഇസ് ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു, കഴിഞ്ഞിട്ടില്ല. ഇനി നേരെ പോകുന്നത് ശൃംഗേരിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ശൃംഗേരി വളരെ അടുത്താട്ടോ, ഇനി ഒരു 10-15 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ.